ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എഡ്യൂമാത്ത് സൊല്യൂഷൻസിലേക്ക് സ്വാഗതം. 10th CBSE സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ചാപ്റ്റർ സെഷനാണ് ഇന്നത്തെ വീഡിയോ. ചാപ്റ്റർ 2 പോളിനോമിയൽസിലെ വാല്യൂസ് ഓഫ് എ പോളിനോമിയൽ ആൻഡ് സീറോസ് ഓഫ് എ പോളിനോമിയൽ എന്നീ സെക്ഷൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് മുൻപുള്ള വീഡിയോസ് കാണുന്നതിനായി മുകളിൽ കാണുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. വാല്യൂ ഓഫ് എ പോളിനോമിയൽ. എന്താണ് ഒരു പോളിനോമിയലിൻ്റെ വാല്യൂ എന്ന് നമുക്ക് നോക്കാം. ദ വാല്യൂ ഓഫ് എ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു എ ഈസ് ഡിഫൈൻഡ് ആസ് എഫ് ഓഫ് എ. അതായത് എഫ് എന്ന പോളിനോമിയലിലുള്ള വേരിയബിളാണ് എക്സ്. ആ എക്സിന് നമ്മൾ എ എന്നൊരു പോയിന്റ് വാല്യൂ കൊടുക്കുമ്പോൾ കിട്ടുന്ന എഫ് ഓഫ് എയുടെ വാല്യൂ ആണ് വാല്യൂ ഓഫ് ദ പോളിനോമിയൽ എഫ് ഓഫ് എക്സ്. ഒരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് p of x equal to 5x cube minus 2x square plus 3x minus 2. ഇവിടെ നമ്മൾ x equal to 1 എടുക്കുകയാണ്. Then p of 1 equal to 5 into 1 cube minus 2 into 1 square plus 3 into 1 minus 2. അതായത് ഒന്നുമില്ല, നമ്മൾ എക്സിന് പകരം ഇവിടെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈക്വൽ ടു 5 minus 2 plus 3 minus 2. which is equal to 4. So ഇവിടെ p of xൻ്റെ വാല്യൂ അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് 4 ആണ്. അതുപോലെ തന്നെ ഇതേ ഫംഗ്ഷൻ തന്നെ നമ്മൾ എക്സിന് -1 എന്ന വാല്യൂ കൊടുത്തു നോക്കാം. അപ്പോൾ എക്സിന് പകരം -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ p of -1 ഈക്വൽ ടു 5 ഇൻറ്റു -1 ക്യൂബ് മൈനസ് 2 ഇൻറ്റു -1 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു -1 മൈനസ് 2 ഈക്വൽ ടു -5 -2 -3 -2 which is equal to -12. സോ ഇപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ സെയിം ഒരു പോളിനോമിയൽ 5x ക്യൂബ് മൈനസ് 2x സ്ക്വയർ പ്ലസ് 3x മൈനസ് 2 എന്നൊരു പോളിനോമിയലിൻ്റെ രണ്ട് എക്സ് വാല്യൂസിൽ വരുന്ന പോളിനോമിയലിൻ്റെ വാല്യൂ ആണ് നമ്മൾ 4ഉം -2 ആയിട്ട് കണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വാല്യൂ ഓഫ് എ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഒരു പോളിനോമിയലിൽ അതിന് ഒരു പോയിന്റിലെ വാല്യൂ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ ആ എക്സിന് അല്ലെങ്കിൽ പോളിനോമിയൽ ഏതാണോ വേരിയബിൾ യൂസ് ചെയ്യുന്നത് ആ വേരിയബിളിന് പകരം ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നു വാല്യൂ ഓഫ് ദ പോളിനോമിയൽ. സീറോസ് ഓഫ് എ പോളിനോമിയൽ. അടുത്ത നമുക്ക് ഒരു പോളിനോമിയലിൻ്റെ സീറോ എന്താണെന്ന് നോക്കാം. എ റിയൽ നമ്പർ എ ഈസ് എ സീറോ ഓഫ് എ പോളിനോമിയൽ പി ഓഫ് എക്സ് ഇഫ് പി ഓഫ് എ ഈക്വൽ ടു 0. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു വാല്യൂ ഓഫ് എ പോളിനോമിയൽ എന്താണെന്ന് കണ്ടു. അപ്പോൾ നമ്മൾ പറയുകയാണ് ഒരു എ എന്ന് പറഞ്ഞ എക്സിൻ്റെ വാല്യൂവിന് നമുക്ക് പി ഓഫ് എക്സ് 0 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ എ ആണ് ഈ പി ഓഫ് എക്സിൻ്റെ 0 എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1. ആദ്യം നമുക്ക് എക്സിന് പകരം 1 എടുത്ത് നോക്കാം. അപ്പോൾ പി ഓഫ് 1 ഈക്വൽ ടു 1 minus 1 equal to 0. സോ ഇവിടെ നമ്മൾ പി ഓഫ് എക്സിൽ x1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ പി ഓഫ് 1 എന്ന് പറയുന്നത് 0 ആയി കിട്ടി. സോ 1 ഈസ് എ സീറോ ഓഫ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1. സീറോ ഓഫ് എ പോളിനോമിയൽ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ദ സീറോ ഓഫ് എ പോളിനോമിയൽ പി ഓഫ് എക്സ് ആർ ഒബ്റ്റെയിൻഡ് ബൈ ഇക്വേറ്റിംഗ് ഇറ്റ് ടു 0. അതായത് നമുക്കൊരു പി ഓഫ് എക്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ 0 ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പി ഓഫ് എക്സിനെ നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് അതിനെ സോൾവ് ചെയ്താണ് നമ്മൾ അതിൻ്റെ 0 കണ്ടുപിടിക്കുന്നത്. വി സേ ദാറ്റ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 ഈസ് എ പോളിനോമിയൽ ഇക്വേഷൻ ആൻഡ് 1 ഈസ് എ റൂട്ട് ഓഫ് ദ പോളിനോമിയൽ ഇക്വേഷൻ പി ഓഫ് എക്സ് ഈക്വൽ ടു 0. സോ വി മേ സേ ദാറ്റ് 1 ഈസ് എ സീറോ ഓഫ് ദ പോളിനോമിയൽ എക്സ് മൈനസ് 1 or a root of the polynomial equation x minus 1 0. അതായത് നമുക്കിപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞത് ഒരു പോളിനോമിയലാണ്. അതിന് നമ്മൾ ഒരു 0യിലേക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എക്സ് മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു പോളിനോമിയൽ ഇക്വേഷനായി മാറും. സോ അതിനെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സിൻ്റെ വാല്യൂ ആണ് 0 എന്ന് നമ്മൾ പറഞ്ഞു. സോ അപ്പോൾ ഇവിടെ 1 ആയിരുന്നു നമ്മൾ 0. നമുക്ക് രണ്ട് രീതിയിൽ പറയാം. അതായത് 1 ഈസ് എ സീറോ ഓഫ് ദ പോളിനോമിയൽ എക്സ് മൈനസ് 1. പിന്നെ വേറൊരു രീതിയിൽ പറയാവുന്നത് എന്താണ്,
ഈ 1 എന്ന് പറയുന്നത് x-1 എന്നുള്ള പോളിനോമിയൽ ഇക്വേഷൻ്റെ റൂട്ടാണ്. അതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത്. റൂട്ടാണെന്ന് പറയാം, പോളിനോമിയൽ ഇക്വേഷൻ്റെ റൂട്ടാണെന്ന് പറയാം, അല്ലെങ്കിൽ പോളിനോമിയലിൻ്റെ 0 ആണെന്ന് പറയാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കോൺസ്റ്റൻറ്റ് പോളിനോമിയലും 0 പോളിനോമിയലും എന്താണെന്ന് പഠിച്ചിരുന്നു. അപ്പോൾ ആ രണ്ട് പോളിനോമിയലിൻ്റെയും 0 എന്തായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. സീറോസ് ഓഫ് എ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ. എ നോൺ സീറോ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ ഹാസ് നോ 0. അതായത് നോൺ സീറോ ആയിട്ടുള്ള കോൺസ്റ്റൻറ്റ് പോളിനോമിയലിന് 0 ഉണ്ടാവില്ല. അതെങ്ങനെയാണെന്ന് നമുക്കൊരു എക്സാമ്പിളിൽ കൂടെ നോക്കാം. ഫോർ എക്സാമ്പിൾ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 6 is a non-zero constant polynomial. So for any value of x, value of p of f of x is 6. എന്താ ഇവിടെ പറഞ്ഞത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 6 എന്നുള്ള കോൺസ്റ്റൻറ്റ് പോളിനോമിയലിൽ എക്സിന് ഏത് വാല്യൂ കൊടുത്താലും എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്? 6 തന്നെയാണ്. സോ എഫ് ഓഫ് എക്സിന് 0യോട് ഇക്വേറ്റ് ചെയ്ത് എക്സ് സോൾവ് ചെയ്യാൻ നമുക്ക് പറ്റില്ല, കാരണം അതിന് ഓൾറെഡി 6 ആണ് വാല്യൂ എന്ന് നമുക്കറിയാം. സോ ഇതുപോലെയുള്ള നോൺ സീറോ കോൺസ്റ്റൻറ്റ് പോളിനോമിയലിൽ 0 ഇല്ല, 0 കണ്ടുപിടിക്കാൻ പറ്റില്ല. അടുത്തത് നമ്മൾ പറഞ്ഞിരുന്നു 0 പോളിനോമിയൽ, അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0, പി ഓഫ് എക്സ് ഈക്വൽ ടു 0, അതാണ് കോൺസ്റ്റൻറ്റ് 0 പോളിനോമിയൽ എന്ന് പറയുന്നത്. അതിൻ്റെ 0 എന്താണെന്ന് നോക്കാം. എവറി റിയൽ നമ്പർ ഈസ് എ 0 ഓഫ് ദ 0 പോളിനോമിയൽ. അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഈസ് എ 0 പോളിനോമിയൽ. അവിടെ 0 ആണ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ. എക്സ് ഏതെടുത്താലും 0 ആണ്. എന്ത് വാല്യൂ എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആണ്. സോ നമ്മുടെ കണ്ടീഷൻ അവിടെ മീറ്റ് ചെയ്തു. റൂട്ട് ആവാനുള്ള അല്ലെങ്കിൽ 0 ആവാനുള്ള കണ്ടീഷൻ അവിടെ മീറ്റ് ചെയ്തു. ഏത് വാല്യൂ എടുത്താലും മീറ്റ് ചെയ്യും. സോ ഫോർ എനി റിയൽ വാല്യൂ എക്സ്, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0. സോ എന്ത് പറയാം? എവറി റിയൽ നമ്പർ ഈസ് എ 0 ഓഫ് ദ 0 പോളിനോമിയൽ. ആ പോയിന്റ് മനസ്സിലായില്ലേ? അടുത്തതായിട്ട് നമുക്ക് പോളിനോമിയലും 2 എക്സിൻ്റെ വാല്യൂസും തന്നു കഴിഞ്ഞാൽ ആ 2 വാല്യൂസ് ഈ പോളിനോമിയലിൻ്റെ 0 ആണോ എന്ന് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുമെന്ന് നോക്കാം. അതിനുള്ള എക്സാമ്പിൾസ് നോക്കാം. ഡിറ്റർമൈൻ വെദർ ദ ഗിവൺ വാല്യൂ ഓഫ് എക്സ് ആർ സീറോസ് ഓഫ് ദ ഗിവൺ പോളിനോമിയൽ ഓർ നോട്ട്. ഫസ്റ്റത്തെ പോളിനോമിയൽ ഇങ്ങനെയാണ്: എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5. 2 വാല്യൂ തന്നിട്ടുണ്ട്, എക്സ് ഈക്വൽ ടു -1 ആൻഡ് എക്സ് ഈക്വൽ ടു -5. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ പോളിനോമിയൽ പി ഓഫ് എക്സ് എന്ന് പേര് കൊടുക്കുകയാണ്. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5. സോ ആദ്യത്തെ വാല്യൂ, എക്സിൻ്റെ വാല്യൂ എന്ന് തന്നേക്കുന്നത് -1 അല്ലേ? അപ്പോൾ നമുക്കത് -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ പി ഓഫ് -1 എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്? -1 സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു -1 പ്ലസ് 5 ഈക്വൽ ടു 1 മൈനസ് 6 പ്ലസ് 5 ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ പി ഓഫ് എക്സ്, എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5ൽ എക്സ് ഈക്വൽ ടു -1 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ആ പി ഓഫ് -1 എന്നുള്ളത് 0 കിട്ടി. അപ്പം നമ്മൾ പറഞ്ഞ കണ്ടീഷൻ റെഡി ആയില്ലേ? സോ ആ -1 എന്നുള്ളത് ഈ പോളിനോമിയലിൻ്റെ 0 വാല്യൂ ആണ്. അടുത്തത് ഒരു എക്സ് വാല്യൂ കൂടി തന്നത് -5 ആണ്. സോ ഇവിടെ -5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താക്കാം. പി ഓഫ് -5 ഈക്വൽ ടു -5 സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു -5 പ്ലസ് 5 വിച്ച് ഇസ് ഈക്വൽ ടു 25 മൈനസ് 30 പ്ലസ് 5 അഗെയിൻ ഈക്വൽ ടു 0. വീണ്ടും നമ്മൾ -5നും നമ്മൾ കണ്ടീഷൻ മീറ്റ് ചെയ്തു. Therefore, the given values x equal to -1 and x equal to -5 are the zeros of the given polynomial x square plus 6x plus 5. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇതേപോലെ തന്നെ ഒരു പോളിനോമിയലിൻ്റെ എക്സാമ്പിൾ കൂടി നോക്കാം. തന്നിരിക്കുന്ന പോളിനോമിയൽ ഇതാണ്: എക്സ് സ്ക്വയർ പ്ലസ് √2x മൈനസ് 4. ഇനി തന്നിരിക്കുന്ന 2 എക്സ് വാല്യൂസ് എന്ന് പറയുന്നത് √2 ആൻഡ് -2√2. സോ നമുക്ക് നോക്കാം. നമ്മൾ പി ഓഫ് എക്സ് എന്ന് പേരിടുകയാണ് ഈ പോളിനോമിയലിന്. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് √2x മൈനസ് 4. ആദ്യം നമ്മൾ എക്സ് ഈക്വൽ ടു √2 എന്നുള്ള വാല്യൂ എടുത്തു. പി ഓഫ് √2 ഈക്വൽ ടു, നമ്മൾ എക്സിന് പകരം √2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. √2 സ്ക്വയർ
പ്ലസ് √2 ഇൻറ്റു √2 മൈനസ് 4. √2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 ആണ്. √2 ഇൻറ്റു √2 അഗെയിൻ 2 ആണ്. സോ 2 + 2 - 4 = 0. സോ എക്സ് ഈക്വൽ ടു √2 എന്നുള്ള വാല്യൂവിൽ നമ്മൾ ഈ കണ്ടീഷൻ സീറോയുടെ കണ്ടീഷൻ ഓക്കെ ആണ്. അടുത്തത് നമ്മുടെ എക്സ് വാല്യൂ -2 √2 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പി ഓഫ് -2 √2 ഈക്വൽ ടു -2 √2 ഹോൾ സ്ക്വയർ പ്ലസ് √2 ഇൻറ്റു -2 √2 മൈനസ് 4 ഈക്വൽ ടു 8 - 4 which is again equal to 0. So x equal to -2 √2 എന്നുള്ള വാല്യൂവിനും നമുക്ക് p of -2 √2 നമുക്ക് 0 ആയിട്ട് തന്നെ കിട്ടി. സോ x equal to -2 √2യും നമുക്കൊരു p of xൻ്റെ റൂട്ട് 0 ആണെന്ന് കാണാൻ പറ്റും. Therefore the values of x, √2 and -2 √2 are zeros of the polynomial x square plus √2x - 4. സോ ഇങ്ങനെയാണ് ഇതുപോലൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുക. അടുത്ത് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. ഈ പോയിൻറ്റ്സ് നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അത് യൂസ്ഫുൾ ആയിരിക്കും. ഇൻ എ പോളിനോമിയൽ ദ വേരിയബിൾ ക്യാൻ ഹാവ് ഓൺലി ഹോൾ നമ്പേഴ്സ് ആസ് ഇറ്റ്സ് എക്സ്പോണൻറ്റ്. ഒരു പോളിനോമിയലിൽ അതിൻ്റെ വേരിയബിൾ എക്സോ വൈയോ ഏതാണ് വേരിയബിൾ എന്ന് വെച്ചാൽ ആ വേരിയബിളിന് എടുക്കാവുന്ന അതിൻ്റെ എക്സ്പോണൻസ് എന്ന് പറയുന്നത് ഹോൾ നമ്പേഴ്സ് ആയിരിക്കണം. അത് തന്നെയാണ് നമ്മൾ അടുത്ത പോയിന്റിലും പറയുന്നത്. പോളിനോമിയൽസ് വേരിയബിൾ cannot have negative, rational or irrational or decimal number as its exponents. Whole numbers 0, 1, 2, 3, 4 etc. numbers മാത്രമേ നമുക്ക് അതിൻ്റെ എക്സ്പോണൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതൊരു പോളിനോമിയൽ ആവില്ല. ഈ നെഗറ്റീവ്, ഇറാഷണൽ ഡെസിമൽ നമ്പർ ഒന്നും നമുക്ക് എക്സ്പോണൻ്റ് ആയി വന്നു കഴിഞ്ഞാൽ പോളിനോമിയലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അടുത്ത പോയിന്റ്സ് ഒക്കെ സീറോനെ പറ്റിയുള്ളതാണ്. എ സീറോ ഓഫ് എ പോളിനോമിയൽ നീഡ് നോട്ട് ബി സീറോ. അതായത് ആ വാക്ക് കേൾക്കുമ്പോൾ തോന്നുന്ന പോലെ സീറോ, ഒരു പോളിനോമിയൽ സീറോ എന്ന് പറയുന്നത് എപ്പോഴും നമ്പർ സീറോ ആയിരിക്കണം എന്നില്ല. അതുപോലെ സീറോ ക്യാൻ ബി എ സീറോ ഓഫ് എ പോളിനോമിയൽ. സംടൈംസ് ചില പോളിനോമിയൽസിൻ്റെ സീറോ എന്ന് പറയുന്നത് നമ്പർ സീറോ തന്നെ ആയിരിക്കാം. മേ ബി, ഉറപ്പില്ല, എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. എവറി ലീനിയർ പോളിനോമിയൽ ഹാസ് ഓൺലി 1 സീറോ. ലീനിയർ പോളിനോമിയൽ നമ്മൾ പറഞ്ഞു. ലീനിയർ പോളിനോമിയൽ എന്താണ്? ഡിഗ്രി 1 വരുന്നത്. അപ്പോൾ എവറി ലീനിയർ പോളിനോമിയൽ ഹാസ് ഓൺലി 1 സീറോ. അപ്പോൾ ലീനിയർ പോളിനോമിയൽ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ പോളിനോമിയൽ ഇക്വേഷൻ ഫോം ചെയ്ത് സീറോയോട് ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന അതിൻ്റെ സീറോ എന്ന് പറയുന്നത് ഓൺലി 1 വാല്യൂ ആയിരിക്കും. 2 സീറോ വാല്യൂ ഉണ്ടാവില്ല. എ പോളിനോമിയൽ ക്യാൻ ഹാവ് മോർ ദാൻ 1 സീറോ. അതിപ്പോൾ തന്നെ നമ്മൾ കണ്ടു. നമ്മൾ ഈ ചെയ്ത രണ്ട് എക്സാമ്പിൾ നമ്മൾ കണ്ടു. അതിന് 2 സീറോ നമുക്ക് കിട്ടി. ഇനിയും സീറോസ് ഉണ്ടാവാം, ബട്ട് 2 ഇപ്പം തന്നെ കിട്ടി. സോ ഒരെണ്ണം ആവണമെന്നില്ല, മോർ ദാൻ 1 സീറോസ് ചില പോളിനോമിയൽസിൽ ഉണ്ടാവാം. സോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. വാല്യൂ ഓഫ് എ പോളിനോമിയൽ എന്താണെന്ന് പറഞ്ഞു. എക്സ് ഈക്വൽ ടു എ എന്നുള്ള പോയിന്റിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എഫ് ഓഫ് എ, അതാണ് വാല്യൂ ഓഫ് ദ എഫ് ഓഫ് എക്സ് പോളിനോമിയൽ അറ്റ് ദ പോയിന്റ് എക്സ് ഈക്വൽ ടു എ. പിന്നെ പോളിനോമിയലിൻ്റെ സീറോ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പോളിനോമിയൽ പോളിനോമിയൽ ഇക്വേഷൻ എടുത്തിട്ട് അതിനെ സീറോയോട് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ സോൾവ് ചെയ്ത് കിട്ടും നമുക്ക്. അതാണ് അതിൻ്റെ സീറോ ആയിട്ട് വരിക. സീറോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീറോ വാല്യൂ കൊടുക്കുമ്പോൾ നമ്മുടെ പോളിനോമിയൽ സീറോ ആണ് കിട്ടുക. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്തത് നോൺ സീറോ കോൺസ്റ്റൻറ്റ് പോളിനോമിയലിന് സീറോ ഒന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ സീറോ പോളിനോമിയലിലാണെങ്കിൽ എല്ലാ റിയൽ നമ്പറും അതിൻ്റെ സീറോ ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ 2 പ്രോബ്ലംസ് ചെയ്തു. എങ്ങനെയാണ് ഒരു 2 എക്സിൻ്റെ വാല്യൂ എടുത്തിട്ട് അതൊരു പോളിനോമിയലിൻ്റെ സീറോ വാല്യൂസ് ആണോ എന്നെങ്ങനെ വെരിഫൈ ചെയ്യാം എന്നുള്ളത് നമ്മൾ ചെയ്തു 2. പിന്നെ നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്, അതായത് പോളിനോമിയലിൻ്റെ എക്സ്പോണൻസ് എപ്പോഴും ഹോൾ നമ്പേഴ്സ് ആയിരിക്കണം.
നെഗറ്റീവ്, റാഷണൽ, ഇറാഷണൽ, ഡെസിമൽ നമ്പേഴ്സ് ഒന്നും പറ്റില്ല. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ പോളിനോമിയലിൻ്റെ സീറോ എന്ന് പറയുന്നത് എപ്പോഴും നമ്പർ സീറോ ആവണമെന്നില്ല, എന്നാൽ നമ്പർ സീറോ ആവാവുന്ന കേസുകളും ഉണ്ട്. പിന്നെ ഒരു ലീനിയർ പോളിനോമിയലിന് എപ്പോഴും ഒരു സീറോയേ ഉണ്ടാവുള്ളൂ, അല്ലാത്ത മറ്റ് പോളിനോമിയൽസിന് മോർ ദാൻ 1 സീറോ ഉണ്ടാവുകയും ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, താങ്ക് യു.